കേരളം വിധിയെഴുതി കഴിഞ്ഞു. ഇനി എല്ലാ കണ്ണുകളും ഫലപ്രഖ്യാപനത്തിലേക്കാണ്. ഉയർന്ന പോളിംഗ് ശതമാനമാണ് സംസ്ഥാനം രേഖപ്പെടുത്തിയത്. 78.27%. മുന്നണികൾക്കും ഉയർന്ന പ്രതീക്ഷകൾ തന്നെ. ഭരണ തുടർച്ച ഉറപ്പ് എന്ന ആത്മവിശ്വാസത്തിലാണ് LDF. 75-ലധികം സീറ്റ് നേടി അധികാരത്തിൽ തുടരും എന്നാണ് അവകാശവാദം. അതേസമയം 80-ലധികം സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെ തിരിച്ചുവരും എന്ന് UDF ഉറപ്പിച്ച് പറയുന്നു. ഇതിനിടയിൽ ഒരു തൂക്ക് മന്ത്രിസഭയുടെ സാധ്യതകൾ കണക്കുകൂട്ടുകയാണ് BJP. നിർണായക ശക്തിയായി മാറും എന്നാണ് BJP പ്രതീക്ഷകൾ. നിയമം ഉൾപ്പെടെ 5ഓളം മണ്ഡലങ്ങളിൽ നേട്ടമുണ്ടാക്കാനാകും എന്നാണ് വിലയിരുത്തൽ. എല്ലാ കണക്കുകൂട്ടലുകൾക്കും ഉത്തരം മെയ് 4-ന് കിട്ടും. പണം കൊണ്ട് വിജയം നേടാനാകില്ലെന്ന് എതിർപക്ഷത്തെ വിമർശിക്കുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. G സുധാകരനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എത്തി സജി ചെറിയാൻ. ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിച്ചാൽ G സുധാകരൻ്റെ കാര്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തും എന്നാണ് മുന്നറിയിപ്പ്. ഇന്നത്തെ ഇലക്ഷൻ ചിത്രം നമുക്ക് വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. ഇന്ന് സംസ്ഥാനത്തുണ്ടായ ഒരു വലിയ സംഭവ വികാസം ഷോൺ ജോർജിൽ നിന്നാണ്. ഷോൺ ജോർജ് ഒരു വലിയ പടക്കമാണ് പൊട്ടിച്ചത്. കത്തോലിക്ക സഭയ്ക്കും അതിൻ്റെ മുഖപത്രമായ ദീപികയ്ക്കും എതിരെയാണ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. BJP സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഷോൺ ജോർജ്. പാലയിലെ NDA സ്ഥാനാർത്ഥിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഗൗരവത്തോടെ കേരള രാഷ്ട്രീയം കാണും എന്ന കാര്യത്തിൽ തർക്കമില്ല. BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് ദീപിക പത്രത്തിലൂടെ പറഞ്ഞു എന്നാണ് ഷോണിൻ്റെ പരാതി. അതാണ് സഭയുടെ നിലപാടെങ്കിൽ തങ്ങളും സഭയെ വേണ്ട എന്ന് വെക്കും എന്ന് ഷോൺ പറയുന്നു. സഭയ്ക്ക് വേണ്ടി വാദിക്കുന്ന തന്നോട് സഭയിൽ നിന്ന് എന്ത് ലഭിച്ചു എന്ന് അമിത്ഷാ ചോദിച്ചാൽ തനിക്ക് എന്ത് മറുപടി പറയാൻ കഴിയും എന്നാണ് ഷോൺ ചോദിക്കുന്നത്. FCRA ഉൾപ്പെടെയുള്ള ബില്ല് മാറ്റിവെച്ചത് തങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമാണ് എന്ന് ഷോൺ ജോർജ് പറയുന്നു. സഭയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയ്ക്കൊപ്പം തങ്ങൾ നിന്നു. ഷോൺ ജോർജും BJPയും അമിത്ഷായും ഒക്കെ സഭയ്ക്കൊപ്പം നിന്നു എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. മറ്റുള്ള പാർട്ടിക്കാരും ആരും ഉണ്ടായിരുന്നില്ല എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് സഭയ്ക്ക് എന്ത് ഗുണമാണ് കോൺഗ്രസിനെ കൊണ്ടും CPMനെ കൊണ്ടും ഉണ്ടായത് എന്ന് ഷോൺ ജോർജ് ചോദിക്കുകയാണ്. ദീപിക പത്രം KC വേണുഗോപാലിനും ജോസ് കെ മാണിക്കും വേണ്ടി വിടുപണി ചെയ്യുകയാണ് എന്നാണ് ആക്ഷേപം. തിരഞ്ഞെടുപ്പ് കാലത്ത് പത്രം രാഷ്ട്രീയം കളിക്കുകയായിരുന്നു എന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്നു. ദീപികയിൽ വരുന്ന ലേഖനങ്ങൾ സഭയുടെ ഔദ്യോഗിക അഭിപ്രായം ആകണമെന്ന് ഇല്ല. പക്ഷേ പിതാക്കന്മാരുടെ ലേബലിൽ ചില വ്യക്തികൾ UDFന് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷേപം. സഭാ വോട്ടുകൾ എന്ന് പറയുന്നത് ദീപിക പത്രത്തിൻ്റെ മുഖപ്രസംഗം കണ്ട് വോട്ട് ചെയ്യുന്നവരല്ല എന്നൊക്കെ ഷോൺ ജോർജ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ BJPക്ക് വോട്ട് ചെയ്യരുതെന്ന് പത്രം പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. സഭയുടെ മുഖപത്രം പറയുന്നത് ചില വ്യക്തികളുടെ താല്പര്യം സംരക്ഷിക്കാനാണെന്ന് ഷോൺ ജോർജ് ആക്ഷേപിക്കും. സഭയുടേതാണ് ഈ നിലപാടെങ്കിൽ ഞങ്ങൾക്കും നിലപാട് മാറ്റേണ്ടി വരും എന്ന് ഷോൺ ജോർജിൻ്റെ മുന്നറിയിപ്പ് വരികയാണ്. ഷോണിൻ്റേതിന് സമാനമായ നിലപാട് തന്നെയാണ് PC ജോർജിനും ഉള്ളത്. പൂഞ്ഞാറിലെ NDA സ്ഥാനാർത്ഥി PC ജോർജും അതേ നിലപാട് തന്നെ പറയുന്നു. പക്ഷേ കൂടുതൽ കടുപ്പിച്ച ഒരു ഭാഷയിലാണ് PC ജോർജ് പറയുന്നത്. തനിക്ക് വേണ്ട പിന്തുണ സഭയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവിടെയും പരാതി. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ഇതൊക്കെ തികഞ്ഞ മര്യാദകേടാണ് എന്നത് കടുത്ത ഭാഷയിൽ പറയുന്നു. മെത്രാന്മാർ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ അവർ രാഷ്ട്രീയമായി തന്നെ നേരിടും എന്ന് അവരോട് യാതൊരു ബഹുമാനവും ഉണ്ടാകില്ല എന്നുമൊക്കെ ജോർജ് തുറന്നടിക്കും. അപ്പോൾ ഈ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നത് സംബന്ധിച്ച് ആണ് തർക്കം ഉണ്ടായത്. FCRA ബില്ലിനെ പറ്റി ആണ് ചില ആശങ്കകൾ ഉണ്ടായത്. അതാണ് പല ബിഷപ്പുമാരും ഒക്കെ പുറത്തു പറയുകയൊക്കെ ചെയ്തത്. ഏതായാലും PC ജോർജ് അതൊക്കെ അതിനെതിരെ വിശദമായി പറയുമ്പോൾ ശക്തമായി ആഞ്ഞടിക്കുകയാണ്. വിദേശത്തു നിന്ന് വരുന്ന പണത്തിൻ്റെ കണക്ക് നൽകാൻ സഭാ നേതൃത്വം എന്തിനാണ് ഭയക്കുന്നത് എന്ന് PC ജോർജ് ചോദിക്കുന്നു. പഴയ കാലത്തെ പോലെ മെത്രാന്മാർ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യുന്നവരല്ല ഇന്നത്തെ ജനങ്ങൾ എന്ന് അദ്ദേഹം ഈ സഭയെ ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും ഈ തെരഞ്ഞെടുപ്പ് തനിക്ക് അനുകൂലമാകും ജനങ്ങൾ വിധി എഴുതുക എന്ന് ഉറപ്പിച്ചു പറയുകയാണ്.
ഷോൺ ജോർജിന് പക്ഷേ മറുപടിയുമായി ഇന്ന് പാലയിൽ നിന്ന് ജോസ് കെ മാണി എത്തി. LDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ വലിയ വിജയപ്രതീക്ഷയിലാണ് ജോസ് കെ മാണി. SIR വിഷയത്തിൽ ദീപികയിൽ വന്നത് സഭയുടെ മാത്രം ആശങ്കയല്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അതൊരു സമൂഹത്തിൻ്റെ മൊത്തം ആശങ്കയാണ്. ആ ആശങ്കയ്ക്കുള്ള പ്രതികരണമാണ് വന്നത്. FCRA ഭേദഗതി ബില്ലിനെ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നത് നീട്ടിവെച്ചത് ഷോണിൻ്റെ ആവശ്യപ്രകാരമായിരുന്നുവെങ്കിൽ ആ ബില്ല് തന്നെ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പോൾ ഒരിടത്ത് ഉറച്ചു നിൽക്കാതെ നിലപാട് മാറ്റിപ്പറയുന്നത് ഈ ഷോൺ ജോർജിൻ്റെ ശീലമാണ് എന്നൊക്കെയുള്ള പരിഹാസങ്ങളും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. PC ജോർജിനും ഷോൺ ജോർജിനും വിമർശനവുമായി മൂവാറ്റുപുഴയിലെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടനും രംഗത്തെത്തി. മാത്യു, കഴിഞ്ഞ ദിവസം ഈ മണൽ എടുത്തതിനെ സംബന്ധിച്ചും പ്രളയമുണ്ടായതിനെ സംബന്ധിച്ചുമൊക്കെ വലിയ വിവാദങ്ങൾ മാത്യു പ്രതികരിച്ചിരുന്നു. അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ഏതായാലും മാത്യു കുഴൽനാടനും ഷോൺ ജോർജിനെതിരെ രംഗത്ത് വരികയാണ്. ഇരുവരും BJPയുടെ ട്രോജൻ കുതിരകളാണ് എന്നാണ് മാത്യു പറയുന്നത്. അതായത് ഷോൺ ജോർജും അതുപോലെ പിതാവ് PC ജോർജും BJPയുടെ ട്രോജൻ കുതിരകളാണ്. സഭയ നേതൃത്വത്തെ ഭീഷണിപ്പെടുത്താനാണ് അവരുടെ ശ്രമം. BJPയും അത് കൊള്ളാം എന്ന് കരുതി ചിലർ വൈദികർക്ക് ഇത് തിരിച്ചറിയാനുള്ള അവസരമാണ് എന്ന് മാത്യു കുഴൽനാടൻ പറയുകയാണ്. സഭയ്ക്കെതിരായി PC ജോർജിൻ്റെ വിമർശനം BJPയുടെ പൊതു നിലപാടാണെന്ന് മന്ത്രി വാസവനും ഇന്ന് വ്യക്തമാക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ മുൻപും PC ജോർജ് വെല്ലുവിളിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീകളെപ്പോലും അന്യായമായി ജയിലിലിട്ടവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതികരിക്കേണ്ട എന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും ഇതൊക്കെ ഇന്ന് വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വഴിവെച്ചു. നമുക്ക് നോക്കാം ആ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന്. ആ പ്രതികരണങ്ങളിലേക്ക് പർപ്പസ്ഫുള്ളി BJP ഉപദ്രവിക്കാനുള്ള വലിയ ശ്രമങ്ങൾ പല ഭാഗത്തുണ്ടായി. മാത്രമല്ല തെരഞ്ഞെടുപ്പിൻ്റെ ദിവസമൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ദീപിക പത്രമൊക്കെ നടന്ന പ്രചരണങ്ങളെ അങ്ങേയറ്റം അപലപിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഈ പിന്തുണയ്ക്കുന്ന KC വേണുഗോപാലും ജോസ് കെ മാണിയും ഇവരൊക്കെ സഭയ്ക്ക് വേണ്ടി എന്തു ചെയ്തു? ചില വ്യക്തികൾ, സഭ എന്ന് ഞാൻ പറയില്ല, ചില വ്യക്തികൾ വിടുപണി ചെയ്യുന്നുണ്ട്. ഇതിനെ നിയന്ത്രിക്കാൻ സഭയ്ക്ക് പറ്റണം. ഇന്നലത്തെ ദീപിക പത്രത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്ത് വെച്ചിട്ട് അമിത്ഷാജി ചോദിക്കുക, നിങ്ങളല്ലേ സഭയ്ക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്? നിങ്ങൾ പറഞ്ഞിട്ടല്ലേ FCRA ബില്ല് മാറ്റിവെച്ച്? ഇതെന്താ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? എങ്ങനെ നമുക്ക് സംസാരിക്കാൻ പറ്റും? ഇതൊക്കെ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. ദീപിക എന്ന് പറഞ്ഞ പത്രം അത് ഏതെങ്കിലും സഭയായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല, സാമൂഹിക വിഷയങ്ങൾ എല്ലാം എടുത്ത് അതിലെ വന്യമൃഗത്തിൻ്റെ വിഷയമായാലും ഛത്തീസ്ഗഡിൻ്റെ വിഷയമായാലും എടുത്ത് കൃത്യമായ റിപ്പോർട്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.